മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് തുടരും സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് പോകാം. ഇപ്പോൾ സിനിമ നല്ല രീതിക്കാണ് സ്റ്റാർട്ടാകുന്നത്. സ്റ്റാർട്ടായിട്ട് ഏകദേശം ഇൻ്റർവെൽ വരെ അടിപൊളിയായിട്ടാണ് പടം പോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു നല്ല പെർഫോമൻസ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടറിനെ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ശോഭനയൊക്കെ ആണെങ്കിലും ലാലേട്ടനും ശോഭനയും തമ്മിലുള്ള കോംബോ ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട ഒരു ലാലേട്ടനുണ്ട്, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലാലേട്ടൻ, അതുപോലെ ഒരു കോമഡി ഒരു ചാമുള്ള ഒരു ലാലേട്ടൻ. ആ ഒരു സംഭവം ഈ സിനിമയിൽ നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത് നല്ല രസമായിട്ട് തന്നെ ഒരു കോമഡി ഒക്കെ ആയിട്ട് നല്ല ടൈമിംഗ് ഉള്ള ഒരു ഹ്യൂമറൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അപ്പം കറക്റ്റ് കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചളി വാരി എഴുതുന്ന ടൈപ്പിൽ കോമഡി അല്ല, നല്ല കോമഡികളാണ്. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിക്കത്തെ കോമഡികളാണ്. പിന്നെ ലാലേട്ടനെ തന്നെ സെൽഫ് ട്രോൾ ചെയ്യുന്ന രീതിക്കത്തെ കോമഡികളും ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു 20 മിനിറ്റ്, ഏകദേശം ഇൻ്റർവെല്ലിനോട് അടുത്തുള്ളൊരു 20 മിനിറ്റ് ഉണ്ട്. അത്ര നേരം ആ പടം കണ്ടുപോയിരുന്നൊരു കോമഡി, ആ ഒരു ചെറിയ പരിപാടിയുണ്ട്. അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ പടം ഇൻ്റർവെല്ലിൽ വരെ വേറൊരു തരത്തിലാണ് ആ പടം പോകുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കഥയിലേക്ക് ഇറങ്ങി ആ കഥയിലേക്ക് ഇതിനെ സഞ്ചരിക്കുന്നൊരു പരിപാടിയാണ്. അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ പടം അത്ര നേരം കണ്ട പടമേ അല്ല, വേറൊരു സോണിലോട്ടാണ് പടം പോകുന്നത്. ആ ഒരു ലെവലിൽ പോയി ആ ഇൻ്റർവെല്ലിലോട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും വാവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഇൻ്റർവെല്ലിൽ വന്ന് നിൽക്കുന്നത്. ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള രീതിക്കത്തെ ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയ്ക്കകത്ത് പോയിരിക്കുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രീതിക്കാണ് ഈ പടം പോകുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ആക്ടിങ്ങും പിന്നെ തരുൺമൂർത്തിയുടെ ഡയറക്ഷൻ നമ്മൾ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. ഓരോ സീനിലും ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഒക്കെ ഒഴിച്ചു നിർത്തി ബാക്കി ഇങ്ങോട്ട് കയറി ട്രാക്കിലോട്ട് പടം കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റേഞ്ചിലുള്ളൊരു പോക്കാണ്. ഇൻ്റർവെല്ലിൽ തരുന്നൊരു പഞ്ചും അതേപോലെ തന്നെ അങ്ങ് സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ അങ്ങോട്ട് ആ സീരിയസ് ആയിട്ട് ആ ഒരു കഥ കൊണ്ടുപോയി ലാലേട്ടൻ്റെ ഒരു ചില അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്ററാണ് സംഭവം. എമ്പുരാൻ ശരിക്കും ഫുൾ പോസിറ്റീവ് റിവ്യൂ അല്ലായിരുന്നു വന്നത്. എന്തായാലും ഈ ഒരു പടത്തിന് ഫുൾ പോസിറ്റീവ് റിവ്യൂ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അമ്മാതിരി പടം ഇമ്മാതിരി കൊളുത്തിയിട്ടുണ്ട് പടം. തരുൺമൂർത്തിയെ നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും പുള്ളി പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ലോ ഹൈപ്പ് വെച്ച് തന്നെ നമ്മൾ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. എന്തായാലും 100% നമുക്ക് വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് തുടരുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും. കിടിലം പടമാണ്. കണ്ടിട്ടില്ലെങ്കിൽ വലിയൊരു മിസ്സായിരിക്കും. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇൻ്റർവെല്ല് മിസ് ചെയ്യരുത്. അമ്മാതിരി വെടിക്കെട്ട് ഐറ്റമാണ്. ക്ലൈമാക്സിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഞ്ചുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.